കഴിഞ്ഞ 8 വർഷങ്ങളായിട്ട് വയനാടുമായിട്ടും VKCയുമായിട്ടുള്ള ആത്മബന്ധം അവസാനിപ്പിച്ച് പടിയിറങ്ങുമ്പോൾ ഒരുപാട് വ്യക്തിത്വങ്ങളും ഓർമ്മകളും ഇപ്പോഴും മനസ്സിൽ തങ്ങി നിൽക്കുകയാണ്. ഫെയർവെൽ പാർട്ടിക്ക് VKC സുഹൃത്തുക്കൾ വളരെ സ്നേഹത്തോടെ സമ്മാനിച്ച സ്നേഹോപകാരം വീട്ടിലെത്തി അൺബോക്സ് ചെയ്തപ്പോഴും ജോലി സ്ഥലത്ത് എപ്പോഴും കൂടെ നിർത്തിയ ഹിന്ദി വർക്കേഴ്സായ ഭഗവാനും ടീംസും ഒരു കൂട്ടം മധുര പലഹാരങ്ങൾ വാങ്ങി തന്നും കൂടെ റത്തൂസിന്റെ കളിക്കൂട്ടത്തിലേക്ക് ഒരു പാവക്കുട്ടിയെ സമ്മാനമായി കൊടുത്തതും ഓർമ്മ പുസ്തകത്തിലേക്ക് കടന്നു വന്നിട്ടോ. പിന്നെ മനസ്സിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ച മറ്റൊരു നാടാണ് മുട്ടിലെ പാറക്കൽ പരിയാരം നാട്ടിൻപുറം. ഈ കാണുന്ന പുളിക്കൽ ബിൽഡിങ്ങിലായിരുന്നു കഴിഞ്ഞ 3 വർഷം. അവസാനഘട്ട പാക്കിങ്ങും കഴിഞ്ഞ് വീടും പൂട്ടി ആദ്യം തന്നെ യാത്ര പറഞ്ഞത് സ്വന്തം വീട്ടുകാരെ പോലെ കണ്ട സലാംക്കയുടെ ഫാമിലിയോടാണ്. ഇസമോളോടും കുഞ്ഞാറ്റിയോടും പിന്നെ റിത്തൂസിന്റെ മാമനോടും അസ്നതാത്തയോടും അഫ്നാനോടും അടുത്ത വീട്ടിലെ ഉമ്മച്ചിയോടും യാത്ര പറഞ്ഞിട്ട് ബാക്കി സാധനങ്ങളൊക്കെ കാറിൽ കുത്തിക്കൊള്ളിച്ച് അടുത്ത വീടുകളിലൊക്കെ യാത്ര പറയാനായിട്ട് അങ്ങനെ ഇറങ്ങിയാണ്. അടുത്തുള്ള വീടുകളിലൊക്കെ പോയി യാത്രയൊക്കെ പറഞ്ഞിട്ട് പിന്നെ റൂം ഓണർ മുഹമ്മദ് ഖാനോടും നമ്മുടെ ബാർബർ ഷോപ്പിലെ അൻവർ ഖാനോടും പിന്നെ ആദ്യമായിട്ട് ബാവക്ക് ജോബ് എക്സ്പീരിയൻസ് നൽകിയ KVR ബജാജിലെ സുഹൃത്തുക്കളോടും പിന്നെ പാറക്കലെ നമ്മുടെ സ്ഥിരം കടയിലെ മാമനോട് യാത്രയൊക്കെ പറയുന്ന കൂട്ടത്തിൽ ഋത്തുസ് 2 മുട്ടായും കൂടെ വാങ്ങിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ നമ്മുടെ സ്വന്തം നാട്ടിലേക്ക് യാത്ര തിരിച്ചിട്ടോ. കൽപ്പറ്റയിലുള്ള 9080 റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ഒരു ബിരിയാണി അടിക്കാനുള്ള ചെറിയൊരു ആഗ്രഹം കുറച്ചായി പെൻഡിങ് കിടക്കുന്നു. അങ്ങനെ അതും കൂടി സാധിച്ചിട്ട് അങ്ങ് ഇറങ്ങാൻ വെച്ചു. ഋത്തൂസ് തൻ്റെ ഇരിപ്പിടത്തിൽ സ്ഥാനം പിടിച്ച ശേഷം ബിരിയാണിക്ക് ആസ്വദിച്ച് കഴിച്ചിട്ട് ബിരിയാണി തന്ന ടേട്ടനോട് യാത്രയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ യാത്ര തുടങ്ങി. ഈ കാണുന്ന മരത്തെ തലയിൽ വെച്ച് പിടിപ്പിച്ചതല്ല കേട്ടോ. ചില ഓർമ്മകൾക്കൊക്കെ ഇങ്ങനെ ജീവനുള്ളതൊക്കെ വീട്ടുമുറ്റത്ത് നല്ലതാണ്. എന്തായാലും കുന്തമനയുമായിട്ട് അങ്ങനെ ഞങ്ങൾ കിൻഫ്ര ഗേറ്റും കടന്ന് വയനാടിൻ്റെ കവാടവും കടന്ന് മുക്കത്തിൻ്റെ മണ്ണിലേക്കുള്ള യാത്ര തുടങ്ങി. താങ്ക് യു വയനാട്. ഞങ്ങൾ തീർച്ചയായും ഇടയ്ക്കൊക്കെ വരും. കാരണം വലിയൊരു കുടുംബം ഇപ്പം ഞങ്ങൾക്ക് വയനാട്ടിലുണ്ട്.